ഹായ്, മിൻഹാജ് ഉള്ളേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ഇനി കുറച്ച് വീട്ടുവിശേഷങ്ങളാവാം. പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്ര ജോലി തിരക്കിലും വീട്ടിൽ എന്തെങ്കിലും വെച്ച് കഴിക്കാറുണ്ടോയെന്ന്. അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള കഥയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും വേറെ വേറെ ഗ്രഹങ്ങളിൽ ജീവിക്കേണ്ടവരാണ്. എങ്ങനെയോ വന്നു പെട്ടൊരൊറ്റ ഗ്രഹത്തിൽ 3 സ്വഭാവ രീതികളുള്ള ആളുകൾ ചേർന്ന് ജീവിക്കേണ്ടി വരുന്നൊരു വലിയ ടാസ്ക്കാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടു പോകുന്നത്. ഞങ്ങൾ വീട്ടിലുള്ള ഓരോരുത്തരും ഓരോ തരം ടേസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നതാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ പറമ്പിലുള്ള പുല്ലും വൈക്കോലും എല്ലാം കൊണ്ടുവന്ന് കറി വയ്ക്കാമെന്നുള്ള ഒരു മനസ്ഥിതിയുള്ള ഒരാളാണ്. നാടൻ ഭക്ഷണങ്ങളോട് ഇത്രയധികം ഇഷ്ടമുള്ള ഞാനും, എന്നാൽ അതിനോട് നേരെ വിപരീതമായിട്ടുള്ള എൻ്റെ മോനും, അതേപോലെ തന്നെ മത്സ്യമാംസാദികളോട് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഹസ്ബൻഡും ചേർന്നതാണ് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീട്. അതിൽ എല്ലാത്തിനും ഓക്കെ ആയിട്ടുള്ള ഒരാൾ എൻ്റെ ഒരു ചങ്ക് ബ്രോ നാസർക്ക മാത്രമാണ്. ഇതിലെല്ലാത്തിലും ആൾ ഓക്കെയാണ്, ആൾക്കൊന്നും ഒരു പ്രശ്നമില്ല. എന്നാൽ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 4 പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഭക്ഷണം വെക്കുന്ന ദിവസം ഇതുപോലത്തെ വിശേഷങ്ങളായിരിക്കും ഉണ്ടാവുക. പറമ്പിലിറങ്ങും, വല്ല കപ്പക്കയോ മുരിങ്ങയിലയോ അല്ലെങ്കിൽ ചമ്മന്തിക്കുള്ള ചീനമുളകോ ഇതൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി. അപ്പം അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇവർക്കാർക്കും ഞാൻ അടുക്കളയിൽ കയറുന്നതിനോട് യാതൊരു യോജിപ്പും ഇല്ല. അതുകൊണ്ട് തന്നെ 3/4 ഭാഗവും അടുക്കളയിൽ നിന്നും ഞാൻ ഒഴിവാണ്. ഇവരൊക്കെ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന മെയിൻ ആളുകൾ. പക്ഷെ ഞാൻ ഇറങ്ങിയാൽ ഞാൻ എൻ്റെ സ്ഥാനികോണം കാണിച്ചേ പുറത്തിറങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അടുക്കളയിൽ നിന്നും ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നൊക്കെ 3/4 ഭാഗം ഒഴിവാണ് കേട്ടോ. പിന്നെ അതിനു മാത്രം ജോലി തിരക്കുമുണ്ട്. എനിക്ക് ഒന്ന് നിന്ന് തിരിയാൻ കഴിയാത്ത അത്രയും ഒഫീഷ്യൽ ഡ്യൂട്ടികളുണ്ട്. അതിനോടൊപ്പം ഇതുപോലത്തുള്ള എഡിറ്റിങ് കാര്യങ്ങൾ, എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഓവർലോഡാണ് എൻ്റെ വർക്കുകളൊക്കെ. ഒത്തിരി വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ടുള്ളത് വെറുതെ അവിടെ കിടന്ന് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇരുന്ന് പണി അവർക്ക് കൊടുത്തതും പോരാ, മീൻസ് ഇതുപോലെയുള്ള പച്ചക്കറി വെച്ച് ചെയ്യുക എന്നുള്ള പണി കൊടുത്തതും പോരാ, അവരെ കൊണ്ട് അതൊക്കെ പണിയെടുപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് അവരെന്നെ നിരുപാധികം അവിടെ നിന്നും ഒഴിവാക്കി ആ സ്ഥലം കയ്യേറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ഇതൊക്കെയല്ലേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പണി അല്ലേ? അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവർ തികച്ചും അതിനോട് വിപരീതമായിട്ട് നിങ്ങൾ മാറിക്കോ, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാം എന്ന് പറയും. അപ്പോൾ അങ്ങനെ അവർ ഭക്ഷണം ഉണ്ടാക്കുക തുനിഞ്ഞിറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് അടുക്കളയിൽ നിന്നും ഫ്രീ ആവാൻ പറ്റുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഭക്ഷണം നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ദിവസങ്ങളിൽ നമുക്ക് കയറുകയും ചെയ്യാം. അന്ന് നമ്മൾ അവരോട് കരുണ കാണിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പം അത്തരം തരികിടയിലൂടെയാണ് ഭക്ഷണ വിഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ വെറുതെ അറിയിച്ചു എന്ന് മാത്രം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളാരും ഇത് അനുവർത്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലൊരു ഫാമിലി ലൈഫിന് നല്ലത് എന്നും കൂടി ഉണർത്തിക്കുകയാണ്. ഓക്കെ, താങ്ക് യു, ബൈ. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചീനമുളക് പോലെ കടിച്ചാൽ എരിവുണ്ടാകുമെങ്കിലും ലൈഫിൽ ഇത്രയൊക്കെ കളർഫുൾ ആവണമെങ്കിൽ പലതും നമ്മൾ സഹിച്ചും ക്ഷമിച്ചുമൊക്കെ ഇരിക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു ഗെയ്സ്, ഹാവ് എ നൈസ് ഡേ.